നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡോക്ടർ പുതിയ വീഡിയോ സ്വാഗതം. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് സമയം ഇപ്പോൾ ഏകദേശം 1 മണിയായി, കറക്റ്റ് 1 മണി, 1:04 ഇപ്പം തന്നെ ഈവനിങ് വ്ളോഗ് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഈവനിങ് വ്ളോഗ് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഹാഫ് ഡേ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഫുൾ ഡേ ആകുമ്പോൾ ലെങ്ത് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാഫ് ഡേ ആക്കിയത്. ശ്രുതി എന്തായാലും നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ പുട്ടായിരുന്നു കഴിച്ചേണ്ടത്, പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി പാത്രം കഴിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമുക്ക് കൂടെ അലക്കി കുടിക്കണം. നമുക്ക് 3-4 ദിവസമാണ് അലക്കി കുടിക്കാത്തതിൻ്റെ പേരിൽ, അലക്കാത്തതിൻ്റെ പേരിൽ അല്ലേ, കുളിച്ചിട്ടുണ്ട് അലക്കിയിട്ടില്ല അല്ലേ ശ്രുതി? അലക്കാണ്ട് കുറേ ഡ്രസ്സ്, അപ്പോൾ ആ ഡ്രസ്സെല്ലാം കൂടെ അലക്കൊണ്ടു. നമ്മളൊന്ന് ഉച്ചയ്ക്ക് അലക്കാന്ന് വെച്ച് സാധാരണ പോകുന്നത് വൈകിട്ടാണ് അലക്കി കുടിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പോവാണ്. അപ്പോൾ എല്ലാം അലക്കി സെറ്റാക്കി എടുത്ത് അത്രയും പരിപാടി വരുന്നില്ല. അപ്പോൾ ഉള്ള പാത്രമെല്ലാം അതിനുശേഷം പറ്റുകൂടി തെണ്ടാൻ പോകണമെന്ന് ശ്രുതി പറഞ്ഞത്. നോക്കാം ഇന്നത്തെ ദിവസം എല്ലാ വിശേഷങ്ങളും എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വ്ളോഗ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മുടെ ഇന്നത്തെ ഹാഫ് ഡേ എന്താണ്, നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഹാഫ് ഡേയിലേക്ക്. നമ്മളെ പാത്രം കഴിയാറ് നമുക്ക് ഇനി വെള്ളമെടുക്കാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ കുടിക്കണം, എല്ലാ പരിപാടി ചെയ്യണം. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ശ്രുതി എനിക്ക് എണ്ണ വെച്ചാൽ വേണ്ടി പോകണം ഗൈസ്. ശ്രുതി എണ്ണ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ച് കുറച്ചായിട്ട് എന്തായാലും സമയം 1 മണിയായിട്ടുള്ളൂ. നല്ല വെയിലാണ്, കട്ട വെയിലാണ്. പക്ഷേ നല്ല ഈ വെയിലത്ത് നല്ല ചൂടായിരിക്കും. എണ്ണ ഒടിച്ചാണ് ചെയ്യും കൂടെ. അപ്പോൾ നല്ല കട്ട വെയിലാകുമ്പോൾ ഈ ചൂടത്ത് ഒരു സുഖമായിരിക്കും. അലക്കി അങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് വരുമ്പോഴത്തേക്ക് അത് ഉണങ്ങി സെറ്റായി കിട്ടും. പല പതൊക്കെ സഹിക്കാൻ പറ്റില്ല. ശ്രുതി ഫസ്റ്റ് ഈ സൈഡ് എണ്ണയാക്കാൻ കാരണം ഏറ്റവും മെയിനായിട്ട് പണിയിടുന്ന സ്ഥലം കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം എന്ത് ഒപ്പ് കാണിച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന മൈൻഡിലാണ് ശ്രുതി. ക്ഷമ പോവും. തുടക്കത്തിൽ ക്ഷമയുണ്ടല്ലോ, ക്ഷമയോട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പെയിനാണ് കേസ്, ഈ സൈഡ് സഹിക്കാൻ പാടാണ്. പക്ഷേ താരം കൂടിയതുകൊണ്ട് എണ്ണ കഴിക്കാൻ പറ്റില്ല അല്ലേ ശ്രുതി? എണ്ണ തേച്ച് കുളിച്ചിട്ട് കുറച്ച് ദിവസം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പശു നക്കിയ പോലെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എണ്ണ തേച്ച് ഒന്ന് ലൂസാക്കിയിട്ട് വേണം കുളിക്കാനായിട്ട്. അതങ്ങനെ എണ്ണ തേക്കുന്നത് നമുക്ക് എണ്ണ തേച്ച് കുളിച്ചിട്ട് വേണം. ഒരുപാട് കാലം ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ കണ്ടാൽ മതി എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി എന്നൊക്കെ. അപ്പം അതൊക്കെ ഞാൻ നോക്കാതെ എണ്ണ വെച്ച് പകുതിയായിപ്പോയി കൊടുക്കുക. തലവേന കേസ് ശ്രുതി എനിക്ക് പകുതി റോളം കൊടുത്തിട്ടുണ്ട് തലവേന മാറാനായിട്ട്. ഇതിങ്ങനെ കൊണ്ട് പറ്റൂല, ഞാൻ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയും ഭയങ്കര തലവേന. അപ്പം എന്തായാലും ഒരു ഡോളോ പകുതി കഴിക്കാം. ശ്രുതി പ്രൊഡക്റ്റീവായിട്ട് ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുണ്ട്, അതിൻ്റെ പേര് പേസ്റ്റും ബ്രഷൊക്കെ ഇട്ടൊക്കെ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കിയതാണ് ശ്രുതി. കുപ്പിയുടെ പകുതി കീറിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മൂട്ടിലോട്ടിട്ട് വെള്ളം അടിച്ച് പോകാൻ വേണ്ടിയൊക്കെ ആയിട്ട് എല്ലാത്തിനും കൂടി ചേർത്ത് എന്നിട്ട് നമ്മളത് ഇവിടെ അടിച്ച് സെറ്റാക്കി വെക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു പേസ്റ്റ് ബ്രഷൊക്കെ ഇട്ടൊക്കെയുള്ള സാധനമായല്ലോ. ഓക്കെ ആണോ? വെയിറ്റ് താങ്ങുമോ? ഓരി വരുമോ? പുതിയൊരു ഹോളിൽ അടിച്ചമർത്താം ഇങ്ങനെ ചുറ്റി എടുത്തിട്ട്, അതാകുമ്പോൾ ടൈറ്റായിട്ടിരുന്നോളല്ലോ. അത് നല്ലത്. വീടിടിഞ്ഞ് വീഴായിരുന്നാൽ മതിയായിരുന്നു. ശ്രുതി ചുറ്റി വെച്ച് എന്തോ അടിച്ച് സെറ്റാക്കാൻ നമുക്ക്. ശ്രുതി ഇപ്പോൾ കുപ്പി ചളക്കി പിടിച്ച് അടിച്ച് സെറ്റാക്കാണ്. ഇനി നമുക്ക് സംഭവം സെറ്റായിട്ടുണ്ട്, അടിപൊളി. ഇനി പേസ്റ്റ് ബ്രഷൊക്കെ ഇട്ട് വെക്കാം. ഇച്ചിരി വലിയ കുപ്പി, നേരത്തെ ചെറിയ കുപ്പിയായിരുന്നു, അപ്പോൾ വലുതാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ശ്രുതി നമ്മൾ വലുതാക്കിയിട്ടുണ്ട്. ഇതാകുമ്പോൾ പേസ്റ്റും ബ്രഷും അങ്ങനെ കിടക്കാനായിട്ട് വൃത്തി കിടന്നോളൂ. എടുക്കാനോടൊപ്പം നേരത്തെ കുപ്പി ചെറിയ കുപ്പിയായിരുന്നു കൈസ്, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കൈസ് എൻ്റെ അലക്കൽ കഴിഞ്ഞ് ശ്രുതി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മഹാട്ടുകൊണ്ടിരിക്കുകയാണ്. ബക്കറ്റ് വെള്ളം പിടിച്ച് തുണി വെള്ളം ഇട്ടിട്ടുണ്ട്, അതൊക്കെ പിന്നെ പിഴിഞ്ഞിടണം. നല്ല മുട്ടം വെയിലാണ്. ഈ വെയിലത്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് മോളിൽ പോകില്ല. നമ്മൾ അലക്കി ഇവിടെ തന്നെ ഊരി പിഴിഞ്ഞിടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അലക്കൽ കഴിഞ്ഞ് സ്ഥിതിക്ക് വെള്ളം പെട്ടെന്ന് ഊരി പിഴിഞ്ഞ് മഹാട്ടിട്ട് വേണം കുളിച്ചിട്ട് വെള്ളം എടുത്തിട്ട് മോളിൽ പോകാനായിട്ട്. വെള്ളം എടുത്തിട്ട് പോകാൻ ഏറ്റവും വലിയ ചടങ്ങ്, ഉള്ളിൽ ഏറ്റവും വലിയ പണി വെള്ളം എടുത്തുകൊണ്ട് മോളിൽ പോകാനാണ്. ആ ഇച്ചിരി ടാസ്ക് പിടിച്ച് വിടുകയാണ്, അതിന് കൊണ്ടുപോകാം, വേറെ വഴിയില്ല. അങ്ങനെ ഫൈനൽ കേസ് ആർജ് കുളിച്ചതേ കഴിഞ്ഞു. തുണിയൊക്കെ നനച്ച് വിരിച്ചിട്ടിരിക്കുകയാണ്. ബക്കറ്റ് വെള്ളം എടുത്ത് ഞാനെന്ത് കവറിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്, കുപ്പിയിൽ. അതാണ്. അപ്പം ഞാൻ കുപ്പി കവർ പൊട്ടുമെന്ന് അറിഞ്ഞാൽ പൊട്ടി എൻ്റെ നല്ലൊരു സഞ്ചി പോവും. എന്തായാലും മുകളിലോട്ട് പോകാൻ കഴിച്ചു. നല്ല വെയിലാണ്. വൈകിട്ടാകുമ്പോൾ ഈ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടണം. ആർജ് ദേ വരുന്ന് പോവാം. ഞാനും തളർന്ന് കഴിച്ച് ഇവിടെ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആർജ് തളർന്ന് ദേ നിൽക്കണ്. അപ്പോൾ എന്നെക്കാട്ടി വെയിറ്റ് ആർജയ്ക്കാണുള്ളത്. എന്തായാലും നമ്മൾ പോവാം. അയ്യോ
വെയിൽ താങ്ങൂല ഗൈസ്, ഭയങ്കര ചൂടാണ്. അയ്യോ, ഇപ്പം എടുത്തോണ്ടാണ് വെള്ളം തന്നെ കുടിച്ച് തീർക്കുമെന്ന് തോന്നുന്നു. എന്തായാലും പോവാം. വീട് ഭയങ്കര ചൂടാണിപ്പം. ചൂടെന്ന് വെച്ചാൽ നിങ്ങളവിടെ ഉള്ള പോലത്തെ അത്രയും ചൂടല്ല, എന്നാലും നമുക്ക് ചൂടുണ്ട്. അപ്പം നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് വന്നത്. പാത്രമൊക്കെ കഴുകിയ വെയിലത്ത് ഞാൻ വെച്ച് കണ്ട ജനൽ തുറന്നിട്ടിട്ടാണ് വന്നത്. അമ്മേ, അയ്യോ. ശ്രുതി അങ്ങനെ ചായയും ഗ്ലാസ്സൊക്കെ ആയിട്ട് പോകുന്നത്. നമ്മൾ താഴത്ത് റബ്ബറോട്ടൊന്ന് ചേട്ടൻ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ശ്രുതി. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ഇന്ന് ഈവനിങ് വാക്കിനും കൂടി പോകണം. അങ്ങനെ ഈവനിങ് വാക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ സമയം എടുക്കും എന്തായാലും. അത് വേറെ കാര്യം. ഇന്ന് മിക്കവാറും ഇരുട്ടാവും. ടോർച്ചിടെ അപ്പോൾ മിക്കവാറും ഇരുട്ടാവും. ഈവനിങ് വാക്കിനൊക്കെ പോയിട്ട് വരാം. അപ്പോൾ അതൊക്കെ അങ്ങനെ പോയിട്ട് വരാം. അതിനുള്ള പ്ലാനിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതി എന്തായാലും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ ബാക്കിൽ പതുക്കെ പോവാണ്. ഇന്ന് നമ്മൾ താഴെ പരുത്തിക്ക് ജംഗ്ഷൻ പോയിട്ട് മല ചുറ്റി വരുന്നത്. അപ്പോൾ നമ്മുടെ വഴിയൊക്കെ കാണിച്ചു തരാം. നമുക്ക് ബസ് റൂട്ട് വഴിയുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ബസ് താഴെ പരുത്തിക്കുഴിയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഉള്ളു വഴി കൂടെ മറ്റുള്ളവരുടെ പറമ്പിൽ കൂടെ പോകണം. ശരിക്കും നമുക്ക് മുകളിൽ റോഡുണ്ട്. ആ റോഡിൽ കൂടെ തിരിച്ച് വരുമ്പോൾ വരും പോകുമ്പോൾ താഴെ പരുത്തിക്കുഴി പോയിട്ട് പോകുള്ളൂ. ഒരു ചേച്ചിക്ക് നമ്മൾ ചേച്ചി കാണാൻ വെച്ചാൽ സാരി കവർ സഞ്ചരിക്കുന്ന സാരി ആ ചേച്ചിക്ക് കൊടുക്കണം വേണ്ടി പോവാണ്. പോയിട്ട് വരാം കൈസ്. അങ്ങനെ അപ്പോൾ എന്തായാലും കൈസ് നമ്മളൊന്ന് താഴത്ത് പോകണം. ഞാൻ വീട്ടിൽ ഇതിന് ബാക്കിലാണ് റബ്ബർ ഷീറ്റ് ഉണക്കുന്ന മെഷീനുള്ളത്. അപ്പോൾ അവരവിടെ ഉണ്ട്. ശ്രുതി അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ഞാനും അവിടെ പോയി സംസാരിച്ച് ഇരുന്നിട്ട് പതുക്കെ നമ്മൾ പോകുന്നു നടക്കാനായിട്ട്. എന്തായാലും പോവാം. അവിടെ അപ്പം എന്തായാലും കട്ടൻ ചായ കൊടുക്കൊണ്ട് പോയിട്ടുണ്ട്. കട്ടൻ ചായ കൊടുക്കട്ടെ. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. കട്ടൻ ചായ കൊടുക്കുമ്പോൾ നമ്മളവിടെ ചായ കുടിക്കില്ല. അപ്പോൾ അവരും കുടിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ചായപ്പൊടിയൊക്കെ തീരുമല്ലോ. അത് നല്ലതല്ലേ. വെറുതെ എത്തി കടയിട്ട് കളഞ്ഞിട്ടുണ്ടോ. നമുക്കതിനെ അങ്ങോട്ട് പോവാം. പറ്റിയ കാണിച്ചില്ല ചിലപ്പോൾ, കാരണം ചേട്ടനോട് ഷട്ടിലായിരിക്കും നിൽക്കുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ എടുക്കില്ല, എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് ചായ കൊണ്ട് ഷീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ കഴിച്ച് നമ്മൾ അവർ കമ്പനി കൊടുത്ത് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ പരുത്തി പോയി പോവാണ്. ശ്രുതി ഫ്രണ്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനൊക്കെ ഞാൻ ചേട്ടൻ വീണ് എൻ്റെ കാല് കുഴി പോയി കഴിച്ച്. എൻ്റെ കാല് വാരിക്കുഴിയിൽ വീണ്. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അത് ഫോൺ പിടിക്കും, ഞാൻ കുറച്ച് റീലെടുക്കട്ടെ, റീൽ അപ്ഡേറ്റ് ചെയ്യട്ടെ. എനിക്ക് 2 ഫോൺ പിടിച്ച് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ട് അറിഞ്ഞൂടെ. നമുക്ക് പൈസനെ നോക്കി പിടിപ്പിക്കണേ. അയ്യോ ഞാൻ പേടിച്ച് അത് പിടിക്ക് തേങ്ങ എന്നിട്ട് ഞാൻ റീലെടുത്തോട്ടെ. റീലിൽ പറഞ്ഞോട്ടോ ഉടനെ ഇറങ്ങി പറഞ്ഞോട്ടെ. വെയിറ്റ് ചെയ്ത് പിടിക്ക്. അപ്പോൾ നമ്മൾ നടന്ന് എന്നെ അടിച്ച് ഏൽപ്പിക്കുകയാണ് കേസ് ഫോണ്. എനിക്കിങ്ങനെ ഫ്രീഡത്തോടെ നടക്കണം, അതാണിഷ്ടം. ഇവിടെ ആരൊക്കെയുണ്ട്, വിരുന്നുകാരുണ്ടെന്ന് തോന്നുന്നു. നോക്കാം, നമുക്ക് പോകാം. ഇപ്പം കഴിച്ച് ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരും കേട്ടാ, കണ്ടല്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ അപ്പം കഴിച്ച് നമ്മൾ നടന്ന് ഞങ്ങളെ ഇവിടെ കണ്ട വാഴ കണ്ട കേസ് വലുതായി. എത്ര മാസമാവും? 3-4 മാസമാകത്തല്ലേ സർ? അതാണ്, വാഴയൊക്കെ വലുതായി. ഇവിടെ നിന്നാണ് വാഴയ്ക്ക് വെള്ളം എടുക്കുന്നത് കേസ്. കണ്ട ഇവിടെ കുഴിയാക്കി വെള്ളം. മീൻ കണ്ട കേസ്, മീൻ ഓടുന്ന കേസ്. കണ്ട മീൻ അങ്ങോട്ട് ഓടി ഒളിക്കുന്നതേ പോകും. കണ്ട അതന്നെ പാറവുറ്റ് വെള്ളമാണ്. ഇവിടെ നിന്നാണ് വാഴ നനയ്ക്കുന്നത്. ആർജം ആ വാഴ ഗൈസ്. ഇത് കണ്ടോ, കാട്ടുകാന്താരി ഉണ്ടോ ഗൈസ് കാച്ചിക്കുന്നത്. കാട്ടുകാന്താരി ഇത്രയേ ഉള്ളൂ, പക്ഷെ ഭയങ്കര എരിവാണ്. എന്തായാലും പോവാം, നമുക്ക് ഇതിലേക്കൂടി പോവാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മുകളിൽ കൂടി നടക്കണേക്കാട്ടി ഇഷ്ടം എനിക്ക് ഇതിലേക്കൂടി നടക്കാൻ. കാരണം എനിക്ക് ഇതിലേക്കൂടി പോകുമ്പോഴാണെങ്കിൽ എല്ലാവരെയും കാണാം. മുകളിൽ കൂടി പോയി ആരെയും കാണാൻ പറ്റും. ആകെ ഉള്ളത് അച്ചുവാണ്. ഇപ്പം അച്ചുവിൻ്റെ കാലൊടിഞ്ഞുകൊണ്ട് ഇപ്പം അച്ചുവിനെ ഇതിപ്പോൾ ഒരാഴ്ചക്ക് നോക്കണ്ട. അതുകൊണ്ട് ഇതുവഴി നടക്കുമ്പോൾ ഒരു രസമാണ്. ഇത് കാണുമ്പോൾ മറ്റേ മഞ്ജു വാര്യരുടെ സിനിമയിലെ പാട്ടില്ലേ, വിജനതയില് പാതി വഴി തേടുന്നു, ആ പാട്ടൊക്കെ വെച്ച് ഇതിനെ കൂടെ നടക്കാം, പൊളിയായിരിക്കും. നമ്മളങ്ങനെ നടന്ന് ആർജതേ ഫോണിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല, അങ്ങനെ നോക്കി വരികയാണ്. ഞാനും ഫോണിൽ നോക്കുന്നുണ്ടെങ്കിലും തറയിൽ ഇടയ്ക്കും. കട വീഴാൻ പോയി, ലൈവായിട്ട് വീഴാൻ പോയി കേസ്.
അപ്പം എന്തായാലും ഇല്ലെങ്കിൽ അവൻ വീണ് കുണ്ടി തള്ളുന്നതൊക്കെ നിങ്ങൾ കണ്ട് നാണക്കേടാവും. പോവാം. നിങ്ങളവിടെയൊക്കെ ചക്ക ഉണ്ടോ ഗൈസ്? ഇവിടെ ചക്കയൊക്കെ കഴിച്ചു മൂത്തിട്ടില്ല, മൂക്കാറായി വരുന്നു. നമുക്കെന്തായാലും ഇതുവരെയൊക്കെ പോവാം. ഇവിടെയും നടന്ന് ആറ്റിലും വെള്ളമില്ല, ഇവിടെയും വെള്ളമില്ല, തോട്ടിലും വെള്ളമില്ല. എന്തായാലും പോവാം ഗൈസ്. ഇവിടെയൊക്കെ പോലീസൊക്കെ ഒന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം, വേലി അടിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ വീട്ടുകാർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെയാണ് പറഞ്ഞത്. ആർജെ നോക്കടാ, അതേന്ന് വെച്ച് അവർക്ക് എങ്ങും പോകാൻ പറ്റാത്ത രീതിയിലാണ് വേലി അടിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് പോകാം. ആറ്റിൽ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഭാഗ്യം കണ്ട. ഇതാണ് അശോക തെറ്റിപ്പൂ, കണ്ടല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ആർക്കും ഇത് വേണ്ട. നമ്മളിവിടെ ഇഷ്ടംപോലെ നാട്ടുമരുന്നുകളുണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യത്തിന് നോക്കുമ്പോൾ കാണില്ല, അല്ലാത്ത സമയത്ത് നോക്കിയാൽ കാണും. കാല് പൊക്കി വെച്ച് നടന്ന് കൈ ശരിക്കും വെച്ച് വന്നേ, കൈ ശരിക്കും വെച്ചേ. ആ നമുക്കെന്തായാലും നടന്നു പോകാം. അമ്മൂനെ കണ്ടിട്ട് കുറേ നാളായി. അമ്മു വീട്ടിൻ്റെ പുറത്ത് വരില്ല. അമ്മൂന് മുണ്ടി തീരായി ഗൈസ്. അമ്മൂൻ്റെ വീടാണ് ആ കാണുന്നത്. ബ്രൂട്ടോ ബ്രൂട്ടോ, അവിടെ പപ്പിക്കുട്ടിയുണ്ട്, ബ്രൂട്ടോ ചെറുതാണ്, നല്ല രസമാണ് കാണാൻ. പക്ഷെ ഡാഷ് ആണെങ്കിലും ആ കളറ് അല്ലേ, ബ്രൂ കോഫീൻ്റെ കളറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രൂ കോഫി ചായയൊക്കെ വാങ്ങിക്കും, ബ്രൂവിൻ്റെ ചായയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല, അങ്ങനത്തെ കളറാണ് അവനിക്ക്. നല്ല രസമാണ് കാണാൻ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കളർ ഡാഷിനെ കാണുന്നത്. എന്തായാലും നമുക്ക് നടന്ന് നമ്മൾ ഇവിടം വരെ എത്തി ഗൈസ്. ഇവിടെ ആറൊക്കെ വൃത്തിയാക്കി കല്ലൊക്കെ വെച്ച് അടുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗൈസ്, കണ്ടോ പൊളി. അതെന്തായാലും കൊള്ളാം ഗൈസ്. അവിടെയൊക്കെ ഇങ്ങനെ ചെല്ലും മണ്ണൊക്കെ കൂട്ടി ഇച്ചിരി വെള്ളം ഇതാക്കി വെച്ച് അവിടുത്തെ ചെടിയൊക്കെ പോയി ഇപ്പോൾ സൂപ്പറായി. ആദ്യം നടന്ന് ഇവിടെ ഒന്ന് ഇരിപ്പായി. ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നത്, അവിടെ നല്ല വൃത്തിയാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നടന്നത് ഇങ്ങോട്ടെത്തി. എല്ലാം കൊണ്ടൊന്ന് പണി പാളിയ ദിവസമാണ്. എന്തായാലും നോക്കാം. ഇവിടെ വീട്ടിൽ കല്യാണം വല്ലതും ഉണ്ടാകുന്നു, പെയിൻ്റ് അടിക്കലൊക്കെ കാര്യമായി തകർത്ത് ചെയ്ത് നടക്കുന്നു. എന്തായാലും നമ്മൾ നടന്ന് കാണാം. പരുത്തിക്കുഴിയിലെത്തി. മനുഷ്യൻ്റെ ഉള്ള മനസ്സമാധാനം പോയി. അപ്പോൾ നമ്മളെ ഫൈനലി പരുത്തിക്കുഴിയിലിരിക്കുന്നു. ഇവിടെ ഹായ് ഒളിച്ചിരുന്ന് ഉറങ്ങി. കണ്ട ഓഫേടി നമ്മുടെ വീട് മാറുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്, ഒതുക്കലും പറക്കലും ഒക്കെയാണ്. നോക്കാം. ഇവിടെ വീട്ടിൽ വന്നിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഫോണൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പാണ്. ഫോണിൽ കണ്ട് ടിവിയും കണ്ട് ഇരിപ്പാണ്. വളരെ തിരക്കിലാണ്. സാധനങ്ങളൊക്കെ വാരി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പിള്ളേർ സാധനങ്ങളൊക്കെ വാരി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പം കഴിച്ച് നമ്മൾ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് ഇതാ ആർജ് ദേ വരുന്നു. പരുത്തിക്കുഴി പാലം വഴി നമ്മളങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട്, മുട്ടയും മാവും. മുട്ടക്കറി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ്. എന്തായാലും പോട്ടെ. നമുക്കെന്തായാലും ഇങ്ങനെ നടന്നു പോകണം നമ്മുടെ വഴി. അപ്പം നമ്മൾ
മെയിൻ വഴി കൂടി നടന്നു പോവുകയാണ്. ഭയങ്കര പാടാ കൈസൊക്കെ വഴി പോകാൻ വേണ്ടി. വഴിയിൽ പട്ടിയെ കിടക്കണം. ദൈവമേ, തെരുവുനായ ശല്യം. ഇവനിവിടെ കിടക്കണം, ശല്യമൊന്നുമില്ല. ഇവനല്ല ഇവിടെ. അപ്പുറത്തും ഒരു ഇവൾ കിടക്കുന്നു. നാളെ നടന്നിങ്ങനെ പോകാൻ പൈസ നമ്മൾ നടന്നപ്പോൾ ഇങ്ങോട്ടെത്തി. നമ്മൾ നടന്ന് മുകളിലെത്തി. ഇനിയും ഇതുപോലെ എന്നുവെച്ചാൽ അതാണ് ഇനിയും 3 വളവ് കഴിയണം പൈസ. അവന് കടിക്കൊന്നുമില്ല. ഇപ്പൊ കിട്ടിയാ അടുത്ത് കെട്ടിപ്പിടിക്കുന്ന വലിക്ക് വരുമ്പോഴേക്കും എന്റെ സ്വഭാവം അപ്പഴേ കാണിച്ചിരുന്നത്. ഇപ്പൊ ശരിക്കും സാന്ദ്രസിലെ പട്ടി ഇവളെ കപ്പിയാണ്. ഇപ്പൊ കപ്പിയിരുന്നെങ്കിൽ അവിടെ ഒരു കപ്പിയുണ്ട് ശരിക്കും. ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ പണി പാളിയാനെ. അത് കിടന്നേനെ. അതോടെ ശ്രുതിയുടെ പട്ടിപ്ലാന്ത് മാറിയേനെ. അപ്പൊ അതൊക്കെ മലയാളി പോവാം. നമുക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ വേറൊരാൾ വിളിച്ചിട്ടുണ്ട് നമ്മളെ. അല്ലേ ശ്രുതി? നമുക്ക് എന്നിട്ട് പോവാം. ഒരു 1/2 മണിക്കൂർ മുടിച്ചു പറഞ്ഞിട്ട് മാവ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതങ്ങനെയാണല്ലോ. എന്താ കൊണ്ട് തിരിച്ചിട്ട് വേണ്ടി പോകണം. ഇനി നടന്നോ നടക്കാൻ എനിക്ക് വയ്യ. നടക്കെ പോവാം. ശ്രുതി പരിപ്പടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പറ്റാണ് പറ്റ്. എല്ലാം പറ്റാണല്ലോ. പറ്റിപ്പിയാണ് അവസാനം. കുഴപ്പമില്ല. ഇന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലിരിക്കുന്നില്ല. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോകണം. കാരണം നല്ല വിശപ്പെട്ട് നടക്കും. നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 10 രൂപയ്ക്ക്. ഇതെല്ലാം പറ്റാണ്. പറ്റാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കണം. ഇപ്പോൾ തളർന്നു. നമ്മളെന്തായാലും നേരത്തെ വീട്ടിൽ പോകണം. ഇപ്പോൾ സാധാരണ ഇത്രയും നേരത്തെ പോകാറില്ല. നമ്മൾ ഇതിലും കൂടെ നമ്മുടെ ഡേ ലൈഫൊക്കെ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. ഇരുട്ടായിട്ട് വീട്ടിൽ പോകാറ്. നമ്മൾ നേരത്തെ പോവാണ്. ഉണ്ടാക്കാൻ വിശപ്പുണ്ട്. അപ്പോൾ നേരത്തെ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. മാവ് വാങ്ങിച്ചിട്ടുണ്ട്, മുട്ടയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് കുറച്ച് ചോറ് കിട്ടാൻ ചാൻസ് ഉണ്ട് പോയാൽ. അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോകണം. എന്തായാലും വീഡിയോ കാണിച്ചിടാം. അല്ല ശ്രുതി? വിശന്നിരിക്കുമ്പോഴാണ് ഭക്ഷണം കൊണ്ടുകൊണ്ട് വിളിക്കുന്നത് ഫോണിൽ. അപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. പോയി നോക്കട്ടെ. നമ്മൾ നടന്ന് പകുതി എത്തി. റോഡ് വഴിയിലൊക്കെ അമ്മച്ചിമാരൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പാണല്ലേ ശ്രുതി? അവിടെ ഒരു ലോറി കിടപ്പുണ്ട്. ടിപ്പറാണോ ടെമ്പോയാണോ? ടിപ്പറാണോ? ടിപ്പർ ടൈപ്പ് വണ്ടി കിടപ്പുണ്ട്. എന്താ നടഞ്ഞൂടാ. നമുക്കെന്തായാലും വീട്ടിലേക്ക് പോകാൻ പതുക്കെ. ഇപ്പോഴേ നമ്മൾ തളർന്ന് വെള്ളം തീർന്ന ശ്രുതി. തീർക്കാൻ പറഞ്ഞില്ലല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നിർത്തപ്പോഴും നീ ഇതേ ബാക്കി എടുത്ത് വെച്ചുകൊണ്ട് കൊടുത്തത്. ഇപ്പോൾ വെള്ളം മിക്ക വന്നപ്പോൾ പണം വളർത്താൻ കൊടുത്തില്ല. ഇതിനെ കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ ഞാനും കുടിച്ചപ്പോൾ ഇവിടെ കുറച്ചപ്പോൾ വെള്ളം ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. എന്നാൽ വണ്ടി കിടക്കുന്ന എന്തിനാണോ? മണ്ണടിക്കാൻ വന്നതാ. നീ നോക്കണ്ട, അവിടെ പോലില്ല. അച്ഛനും നോക്കി പോകണം. എന്തായാലും വന്നു നമ്മുടെ വീടിൻ്റെ അടുക്കത്ത് എത്താറായി. അവിടെ കുറച്ച് സൈലൻ്റായിട്ട് പോകണം. ചെറിയ സീനൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ വെള്ളമെടുക്കുമ്പോൾ പിന്നെ വെള്ളമെടുക്കുമ്പോൾ അവസ്ഥയൊക്കെ വരും. ഇനി ഇങ്ങനെ പോയാൽ ആണ് വേറൊരു കാര്യം. അതിന് മുമ്പ് കിണർ വൃത്തിയാക്കി എടുത്തിട്ട് പണിയാണ്. അവിടെ ഇച്ചിരി തുണി ഉണക്കാട്ടത് ഇച്ചിരി പ്രശ്നമായി. അവിടെ തുണി ഉണക്കാണാകുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ നല്ല വെയിലിട്ടാൻ വേണ്ടി നല്ല വെയിലിട്ടാൻ വേണ്ടി പിന്നെ പെട്ടെന്നൊരു ആവശ്യം വിളിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടിയതാണ്. അതായത് നമ്മളവിടെ നോക്കാൻ മാക്സിമം ശ്രമിക്കാറില്ല. നമ്മളെപ്പോഴും അവിടെ നിന്ന് മാറ്റാതെ ശ്രമിക്കാറ്. പക്ഷേ ഇന്ന് പണി കിട്ടി പോയി. ചേർന്ന് ഇന്ന് ചേട്ടൻ പണി പാലും വെള്ളത്തിൽ കിട്ടിയ അവസ്ഥയിൽ പോയി. ഈ സഞ്ചിയുടെ വെച്ചോ? സഞ്ചി ഇതിനുണ്ടോ? ഇവിടെ അധികം ഇവിടെ വെച്ചിട്ട് പോസ്റ്റിനോടെ
ആയിക്കോട്ടെ. ആ എൻ്റെ ഫോൺ കണ്ടോ, റീലെടുക്കട്ടെ. ആ നോക്കാം, നീ ഫോൺ കണ്ടോ നോക്കട്ടെ. എന്തായാലും റീലിൽ ആഡ് ചെയ്യണമല്ല, നമ്മൾ റീലിൽ എന്താ അപ്ഡേറ്റ് ചെയ്യുമല്ല. അങ്ങോട്ട് പോകാം, എത്തിക്കാണെന്ന് തോന്നുന്നു. ഒച്ചപ്പോൾ സംസാരിക്കുന്നു. ഈ തേക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയും ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിച്ച. അപ്പോൾ ഇവിടെയാണ് കൈസ് മരമുറിപ്പാണെന്ന് സ്ഥലം ഒത്തിക്കിയതില്ലേ. ഇത്രയും ബസ് വണ്ടിയൊക്കെ വലിച്ചു വന്നു. മരമുറിപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. എല്ലായിടത്തും മരമുറിപ്പാണ്. നമ്മൾ മരം കൊടുത്ത ശേഷം ഇവിടെ എല്ലാവരും മരം കൊടുക്കണം. എന്തോ അറിഞ്ഞോളാം. ഫസ്റ്റ് കൊണ്ട് ഞാൻ ബാക്കി പോകുന്നുണ്ട്. എൻ്റെ നടത്തുമ്പോൾ ശബ്ദം കൂടുതലായിട്ടുണ്ടാക്കുന്നത് ശ്രദ്ധിച്ച് നടക്കുന്നത്. ഞാൻ അത്ര ശബ്ദത്തോട് നടക്കുന്നത് മാക്സിമം സൈലൻ്റാണ് രക്ഷപ്പെട്ട്. ശ്രുതി അവിടെ കിച്ചുവിൻ്റെ വീട്ടിൽ കഥയും പറഞ്ഞപ്പോൾ അതാണ് കാണണം കിച്ചുവിൻ്റെ വീട്. അവളവിടെ കഥയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് വരുന്ന നമ്മുടെ കിച്ചൻ എന്നൊക്കെ തേടി ഓടി വരുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അവരെ വിളിച്ചു നോക്കണം. വിളിച്ചിട്ട് എന്താണ് ഫുഡ് നമുക്ക് തരാമെന്ന് പറഞ്ഞത് വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഓടാം. ജിയോജാൻ്റെ വീടെത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ കട്ടായിക്കുള്ളൂ. ശ്രുതി അവിടെ നിൽപ്പണി ഇവിടെ പെട്ടെന്ന് വരുമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പണി മാറി. കിച്ചുവാണെങ്കിൽ കാടൊക്കെ കയറി വലിഞ്ഞ് നടപ്പാണ്. ഇവൻ നാട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അന്നൊന്ന് എവിടേക്കോ കാടൊക്കെ കാട്ടിലേക്ക് കയറി നടക്കുന്നുണ്ട്. എന്താണ് ഇവൻ്റെ പ്ലാൻ അതുകൊണ്ട് പിടിയില്ല. ശ്രുതി പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. കിച്ചോ ഇതാ അവിടെ കിടന്ന് ഉരുണ്ട് പെരളോകിയാണ് ഇവൻ. ഇവിടെ എവിടെയൊക്കെ പോയി ഉരുണ്ട് വളർന്ന് കയ്യിലും കാലിലും മേത്തൊക്കെ പട്ടിയുടെ ചില്ലും പന്നിയുടെ ചില്ലൊക്കെ ആക്കിയിട്ട് നമുക്കൊന്നും കൊണ്ടുതരും. നമുക്കാണ് ആ പന്നി ചില്ലൊക്കെ പണി തരുന്നത്. ഇവൻ പന്നിയുടെ കാട്ടിലൊക്കെ പോയി നടക്കുന്നുണ്ട്. ആ ശ്രുതി വളർന്ന് വരുന്നുണ്ട്. വരട്ടെ എന്തായാലും. നമ്മളിത് സ്ഥലം എത്താറായി. ഇവിടെ എവിടെയാണ് നമ്മൾ തരാൻ വേണ്ടി പറഞ്ഞത്. ശ്രുതി എന്നാലും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കിൽ പോകുന്നുണ്ട്. പോയി നോക്കട്ടെ എന്താണ് പരിപാടി എന്നൊക്കെ. അപ്പോൾ പോയി നോക്കിയിട്ടുണ്ടും നമുക്ക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ഫുഡൊക്കെ ഇരിക്കും. വെറുതെ വിളിക്കില്ലല്ലോ, അവർക്കറിയാം എന്തായാലും നമ്മൾ ബ്ലോഗ് ചെയ്യുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരിക്കുള്ളൂ. പോയി നോക്കാം. നല്ലതായാലും ചീത്തയായാലും നമ്മൾ കഴിക്കും. കേടായതായിരിക്കില്ലല്ലോ, കഴിക്കാൻ പറ്റിയ ഫുഡ് തന്നെ ആയിരിക്കുമല്ലോ. ആഹാരമല്ലേ, അന്നം വേസ്റ്റാക്കാൻ പാടില്ലല്ലോ. ശ്രുതി അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവരോട് ചോട്ടെ. അപ്പോൾ കഴിച്ച് നമ്മൾ സൂര്യദേവി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് രാത്രി നമുക്ക് ഫുഡ് തരാനുണ്ട്. ചോറും കറിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങേണ്ടി വന്നിരിപ്പാണ്. നമുക്ക് അത് വാങ്ങിയിട്ട് വേണം പോകാനായിട്ട് തേങ്ങ. അപ്പോൾ നമുക്ക് ഫുഡ് തേങ്ങ രക്ഷപ്പെട്ട് തേങ്ങ സന്തോഷം. കുക്ക് ചെയ്യാണ്ടല്ലോ രക്ഷപ്പെട്ട്. അതാ വണ്ടി, അതാണ് തേങ്ങയുടെ പോയി പ്രശ്നം. ദൈവമുണ്ട് സൈക്കിൾ. രാത്രിക്ക് വന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ശ്രുതിക്ക് നീ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ നിന്ന് ചോറും കറിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. എന്തായാലും രക്ഷപ്പെട്ട്. എൻ്റെ തേങ്ങ ശ്രുതി രക്ഷപ്പെട്ടില്ലേ? സന്തോഷമായില്ലേ? എന്തായാലും ഫുഡൊക്കെ നമ്മൾ നമ്മളെപ്പോഴും വാങ്ങും അല്ലേ ശ്രുതി? അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങനെ ജാടക്കാരൊന്നുമില്ല. നമുക്ക് സന്തോഷമായിട്ടാണ്. ഭക്ഷണമാണ്, അന്നം വേസ്റ്റാക്കാൻ പാടില്ല നമ്മൾ പഠിച്ചേക്കണത് അല്ലേ ശ്രുതി? അതാണ് നമ്മുടെ പോളിസി. വെള്ളം കുടിക്കാം. പായസമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ആർജ കുടിച്ചോണ്ടിരിക്കുകയാണ്. ആർജകളെ തരാത്ത കുടിയിലാണ്. ഉണ്ടാവ് കമത്തും പോലെ കമത്തുക. ചെറിയിലൊക്കെ ആയടേ. അപ്പോൾ ഗൈസ് വ്ളോഗിൽ കാണിക്കാൻ പാടില്ലെന്ന് റിക്വസ്റ്റ് ഉള്ളതിൻ്റെ പേരിൽ നമ്മളവരെ കാണിച്ചില്ല. നമുക്കിത് ഫുഡൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. ഇത് കുറേ നാളത്തേക്കും ഉണ്ടാവും തോന്നുന്നു അല്ലേ ശ്രുതി? ചോറൊക്കെ നാളത്തേക്ക് ഉണ്ടാവും തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് നാളെ രാവിലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. നാളെ രാവിലെ പിഴിഞ്ഞിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കണം. പോട്ടെ. ഇനി ഒരു കയറ്റമുണ്ട് ഗൈസ്, ഇനി വലിയ കയറ്റമുണ്ട്. നാളെ വേറൊരു പണി. ഇനി കയറ്റം കയറി മഴയുടെ മുകളിൽ പോകണം. കണ്ടോ ഗൈസ്? ആ കയറ്റം കണ്ടോ? ആ കയറ്റം കയറി മഴയുടെ മുകളിൽ പോയിട്ട് വീണ്ടും അറ്റത്ത് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങണം. വീട്ടിലേക്ക് ഇറങ്ങണം. ആ ഏറ്റവും വലിയ പ്രശ്നം. കയറ്റപ്പെടുത്ത തീരുന്നില്ല. ഇനി മുകളിലേക്കുണ്ട് കാണാനൊന്നുമില്ല ക്യാമറയിൽ. ദൂരത്തേക്കാണ് കയറ്റം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ വീട്ടിൽ പോവാം. എന്തായാലും കുറച്ച് കൂടുതലും പോകണ്ടിരുന്നു. ആ വേറൊരു കാര്യം, അവരുടെ വീടിൻ്റെ അടുത്ത് പോവാം.
ആയിക്കോട്ടെ. മുട്ടയൊക്കെ ചിലപ്പോൾ നേരത്തെ പൊട്ടിക്കണം. കാരണം ആ സാധനം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല മുട്ട എടുത്ത് മുകളിലേക്ക് വന്ന്. അതായത് നമുക്ക് പതുക്കെ പോവാം. ഈ കയറ്റിനി കയറണം, അതൊക്കെ കയറിപ്പോട്ടെ. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ച് ശ്രുതി എന്നോട് ആക്കിയിട്ട് താഴെ പോയിരിക്കുകയാണ്. ശ്രുതി ഞാൻ സഞ്ചി ഇവിടെ എത്തിച്ച് ശ്രുതി നമ്മൾ താഴെ ഡ്രസ്സ് നോക്കാട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോയാണ്. അവിടെ ഡ്രസ്സ് നോക്കാടുന്നത് പ്രശ്നമാണ്. ഇനി മുന്നോട്ട് കാണാൻ പറ്റില്ല. നമുക്കെല്ലാവരും ഇനി വീട്ടിൽ പോകണം. ശ്രുതി വരട്ടെ, ഞാൻ ഒരുമിച്ച് പോകാൻ ചൂട് മീറ്റിങ്ങാണ്. ഞാൻ ബാഗ് സഞ്ചി ഇവിടെ പിടിച്ച് വേർത്ത് കുളിച്ച് ഇപ്പം തന്നെ ഞാൻ ശരിക്കും വേർത്ത് കുളിച്ച് വീഡിയോ കാണില്ല, ക്യാമറ കാണില്ല. ക്യാമറ എന്നെ തന്നെ കാണുന്നത് ഭാഗ്യമാണ്. ഇച്ചിരി വെട്ടമുള്ളതിൻ്റെ കാണാനല്ലേ. ഞാൻ ഈ കറുത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും കാണില്ല. അത് വേറെ കാര്യം. അതിനോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ കരിഞ്ഞിരിക്കൊണ്ട് ഇട്ടത്ത് കാണില്ല എന്നൊക്കെ. അത് പണ്ട് ചെറുപ്പം മുതൽ സ്കൂളിലെ പിള്ളേരൊക്കെ കളിയൊക്കെ ശീലമായി പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ശ്രുതി വരട്ടെ. ശ്രുതി അവിടെ താഴെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രുതി ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ നമുക്ക് ഒരുമിച്ചാട് വീട്ടിലേക്ക് പോകാൻ വെച്ച് നിൽക്കുകയാണ്. ഈ ബാഗ് സഞ്ചി നിറച്ച് തുണി ഡ്രസ്സ് ചോറ് ആവശ്യക്കുള്ളവർ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീടെത്തിക്കണം. ഇവിടെ എത്തിച്ച് നിൽപ്പുണ്ട് ഞാൻ. ശ്രുതിയോടെ വരാണ്ട് വെയിറ്റ് ചെയ്യണം. ഡ്രസ്സ് എടുക്കട്ടെ. എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാനായിട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു കേസ്. അവിടെ ഡ്രസ്സ് നോക്കാടുന്നത് പ്രശ്നമാണ്. നമ്മൾ ഡ്രസ്സ് നോക്കാൻ പാടില്ല. വെള്ളം എടുക്കാൻ പെർമിഷൻ തന്നെ വലിയ കാര്യം, സന്തോഷമായിരുന്നു. അതിനിടയ്ക്ക് ഡ്രസ്സ് കൊണ്ട് നോക്കാൻ പെർമിഷൻ തരൂല. അതുകൊണ്ട് ഇനി മുതൽ ഇടാൻ പാടില്ല. അവിടുത്തെ തന്നെ വാങ്ങാൻ സോറി പറയണം. മാങ്ങ ഓൾറെഡി നമുക്ക് വാണിയും തന്നിട്ടുള്ളതാണ് ഇടാൻ പാടില്ല എന്നിട്ട്. പക്ഷേ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ വീണ്ടും അവിടെ വെയിൽ കിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോട്ടെ വെച്ചാൽ അവിടുത്തതാണ്. അപ്പോൾ ഇനി മുതൽ അവിടെ ഇടാൻ പാടില്ല. ഇനി മുതൽ അവിടെ ഇടൂല. അവിടെ നമുക്ക് അലക്കാനും കുടിക്കാനുള്ള സൗകര്യം ചെയ്താൽ വലിയ സന്തോഷമായിരുന്നു. അതിനെ ഒരു വെള്ളം എടുക്കാനൊക്കെ പെർമിഷൻ കിട്ടിയ കാര്യമാണ്. അതിനിടയ്ക്ക് ഇനി തുണി അവിടെ ഇടുന്നത് മോശമാണ്. ഇനി ചെയ്യാൻ പാടില്ല. ശ്രുതിയുടെ ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇനി അവിടെ തുണി നമുക്ക് ഇടൂല. നമ്മുടെ കിണർ അത്രയും ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവും. നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ അലക്കാനും കുടിക്കാനെല്ലാം പറ്റും. വെള്ളം ഈ മല ഇറങ്ങിപ്പോൾ ചുമന്നുകൊണ്ടൊരു ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് മാത്രം കുടിക്കാൻ മാത്രം ചുമന്നാൽ മതി. കാരണം കിണർ വൃത്തിയാക്കി ഓൺ ദ സ്പോട്ടിൽ വെള്ളം കുടിക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മാത്രം നോക്കിയാൽ ശ്രുതി വൃത്തി കിച്ചു കൊണ്ടുവന്നപ്പോൾ ശ്രുതിനെ വിളിച്ചാണ്. കാരണം കിച്ചു അതിനകത്ത് വായിടുന്ന സംശയം. പോടാ വീട്ടിൽ പോടാന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ലല്ലോ. കുറച്ച് നിന്നുള്ള ഞാൻ അവിടെ എത്തിയപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകാൻ. ശ്രുതി എന്തായാലും എത്തിക്കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ ബ്ലോഗിൽ കാണിച്ചിടാം. ഇതെന്തായാലും നമ്മുടെ ഒരു ഈവനിങ് ബ്ലോഗാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചിടും. അതൊക്കെ കാണിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിച്ചാൽ നമ്മൾ വീടെത്തി. കിച്ചണിൽ വന്ന് വെയിറ്റിംഗ് ആണ് ചോറിന് വേണ്ടിയിട്ട്. കിച്ചന് ചോറ് എന്തായാലും കൊടുക്കും നമ്മൾ. അവൻ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മതൊക്കെ എടുത്ത് നിൽക്കണ്ടേ. ഒതുക്കാതെ അവന് ചോറൊന്നും കൊടുക്കാൻ പറ്റില്ല. അവൻ വെയിറ്റ് ചെയ്യുന്നതായാലും കുഴപ്പമൊന്നുമില്ല. അവൻ അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. പാവമാണ്. എന്താണ് തേങ്ങ മോഷ്ടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അതാണ് ചിലപ്പോൾ തലയിടും. അത്രേ ഉള്ളൂ. അല്ലാതെ വെച്ചുള്ള എടുക്കൂല. അങ്ങനെ അവൻ ഓടിക്കളയും. ആ മുട്ട എന്നാലും ട്രെയിൻ എടുക്ക്. വാങ്ങിച്ചിട്ടുള്ള സാധനമൊക്കെ ശ്രുതി എടുത്ത് അടുക്കട്ടെ. മുട്ടയൊക്കെ ട്രെയിൻ അടുക്കി വെച്ചിട്ട് പിന്നെ നിലത്ത് വീണാൽ പൊട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലേ ശ്രുതി? അവിടെ ഇവിടെ വെച്ച് പിന്നെ പൊട്ടിപ്പോയാൽ പണിയോ? സംശയമുണ്ട്. നോക്കിയോ? കാരണം സഞ്ചി ആട്ടി കൊണ്ടുവന്നുണ്ടേ ഒരു ചെറിയ പേടിയുണ്ട്. വല്ലം പൊട്ടിയിട്ടുണ്ടോന്ന്. കിച്ചുമോനെ നിനക്കിന്ന് സാമ്പാറും ചോറും നീ കഴിക്കണം കേട്ടോ. അവൻ കഴിച്ചോളൂ. അവൻ കഴിക്കാൻ അവിടെ പോകാൻ അവൻ നല്ല വിശപ്പുണ്ടാവും. പാവം. അവന് മീൻ അതാണ്. അവൻ എന്തായാലും വെയിറ്റിംഗ് ആണ് ചോറിന് വേണ്ടി. അവന് ചോറ് കൊടുക്കും. മാവ് പാക്കറ്റ് വളർത്തിട്ട് നമുക്ക് നാളെ മാവ് എടുക്കാമല്ലോ. നാളെ രാവിലത്തേക്ക് നമുക്ക് ദോശയ്ക്കുള്ള മാവായി. അപ്പോൾ പണിക്കറിന് മുമ്പ് ദോശ ഉണ്ടാക്കാം. അവൻ ചോറ് കഴിക്കും. കിച്ചുമോൻ നീ ചോറ് കഴിക്കണം. വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചവിട്ടും പറഞ്ഞേക്കാം. ശ്രുതി കിച്ചുവിന് കേക്ക് കൊടുക്കുകയാണ്. കൊടുക്കും. നമ്മൾ കൊടുക്കാൻ തരും. ഫസ്റ്റ് അവൻ കേക്ക് കഴിക്കട്ടെ. അപ്പോൾ അവൻ കേക്ക് കഴിക്കട്ടെ. അപ്പോൾ ശ്രുതി കൊണ്ടുവന്ന സാധനമൊക്കെ അടുക്കാൻ വേണ്ടി പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അടുക്കാൻ വേണ്ടി പോവാണ്. സാധനമൊക്കെ എടുത്ത് അടുക്കട്ടെ. അതിനുശേഷം നമുക്ക് കഴിക്കാം. അല്ല ശ്രുതി? കിച്ചുമോനെ വെജ് സദ്യയാണ് നീ കഴിക്കണം കേട്ടോ. ഉടായി പണിച്ച് പോയാൽ നിനക്ക് ഇനി ഫുഡ് തരൂല. അല്ല തന്നെ. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയ സാധനം ശ്രുതി കുപ്പിയിലെ പാത്രങ്ങളിലേക്ക് ആക്കുകയാണ്. കുക്കറിൽ സാമ്പാർ ചൂടാക്കണം. പിന്നെ ചോറൊക്കെ സെറ്റാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം സാമ്പാർ ശ്രുതി പൊട്ടിച്ച് കുക്കറിലാക്കാൻ വേണ്ടി പോവാണ്. ആ ചെറിയ കുപ്പിയിലും സാമ്പാറാണോ അതോ വേറെ എന്തെങ്കിലും രസമാണോ? അടിപൊളി. പാത്രം നമ്മൾ കൊണ്ടുപോയി നമുക്ക് കുറച്ച് കൂടുതൽ കറി കിട്ടിയല്ലേ. അവർ പാത്രം കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പാടില്ല.
ഇത്രയും കറി നമുക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് നാളത്തേക്ക് ദോശയ്ക്ക് എടുക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കറി കൂടുണ്ടായ സന്തോഷമുള്ളൂ. എന്നാലും ഒരു ഓർ സാമ്പാർ നമുക്ക് തന്നിട്ടുണ്ട്, അതിന് വലിയ സന്തോഷമുള്ളതായിരുന്നു. ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് സൂര്യദേവിക്കും താങ്ക് യു സോ മച്ച്. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഫാമിലിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അല്ലേ ശ്രുതി? നമുക്ക് ഇത്ര നല്ല ഫുഡ് തന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള സാമ്പാറാണ്. നമ്മുടെ ശ്രുതി കുറച്ച് വെള്ളം ഒഴിച്ചാൽ കവർ വൃത്തിക്ക് കഴുകിയെടുത്താണ്. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. നമ്മളെ പോളിസിയാണ് ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഫുഡ് കഴിച്ചാൽ എത്ര കഴിച്ചാലും കുഴപ്പമില്ല, വയറ് പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല. അല്ലേ ശ്രുതി? ആ ഒറ്റ പോളിസി ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അവിയലും തോരനൊക്കെയാണ് ബാക്കി. അച്ചാർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് ഫുഡാണ് നമുക്ക് ഇന്ന് രാത്രിക്ക്. അടിപൊളി. അവിയല്, തോരൻ, പച്ചടി, കിച്ചടിയാ? കിച്ചടി, പച്ചടി. തോരൻ, തോരനല്ലേ? ആ, കൂട്ടുകറി. നാരങ്ങച്ചാറ്. ഒരുപാട് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫുഡ് കുശാലാണ്. കിച്ചു പോയി നോക്കി പോയിട്ടില്ല. അവന് ചോറ് ചോറ് പോയിട്ടില്ല. എല്ലാം ഫാസ്റ്റായി കൂടെ നമുക്ക് 8 മണിക്ക് ലൈവ് പോകുന്നുണ്ട്. ശ്രുതി ഫാസ്റ്റായിട്ട് ആദ്യം ശ്രുതി ചോറ് വിളമ്പിട്ട് കിച്ചുവിന് വിളമ്പി കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ശ്രുതി ഫസ്റ്റ് കിച്ചുവിന് ചോറ് വിളമ്പി കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കാണ്. എന്തായാലും കൊടുത്തോ, കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ. അല്ലേ അവൻ കഴിക്കൂല, ഓടിക്കളയും. എന്തായാലും കഴുകി വെക്കാം. കുഴച്ച് വെക്കാം. കഴുകി വെക്കാം, നല്ല കുഴച്ച് വെക്കാം. അപ്പോൾ നീ മാറി. നീ ഇപ്പോൾ അങ്ങനെ ഊട്ടാൻ നിൽക്കണ്ട. നീ അവൻ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അവൻ്റെ അത് ഊട്ടി കൊടുത്ത ശീലം വേണ്ട. അപ്പോൾ അവൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ കഴിക്കൂല കേസ്. അവൻ ഉടായ്പ കാണിച്ച് അവൻ ഓൾറെഡി അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നേക്കണത്. ഓൾറെഡി അവിടെ നിന്ന് ഫുഡൊക്കെ അവൻ കഴിച്ചായിരുന്നു. അവൻ വെച്ചിരുന്ന ഫുഡൊക്കെ അതവൻ ഭയങ്കര മടി. നീ അവിടെ വെക്ക് സുഖം വേണം കഴിക്കട്ടെ. അതേ അവൻ പോയിക്കോളും. നീ വെയിറ്റ് കിട്ടുന്ന വെച്ചിട്ട് നമുക്ക് വന്ന് വേറെ പരിപാടി ഉണ്ട്. ഇപ്പൊ ജൂലി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പൂച്ചയാണ്. അവക്ക് ഒന്നും കൊടുക്കൂല. അതേ അവൻ തിന്നൂല. അതേ അവൻ വിട്ടിട്ട് പോയേനെ. ജൂലിക്ക് കൊടുക്കണ്ട, കിച്ചന് കൊടുക്കണ്ട, ജൂലിക്ക് കൊടുക്കാം. ജൂലിയെ കൊണ്ടോ ഭയങ്കര ഉടായ്പാണ്. വേണമെങ്കിൽ കഴിച്ചാൽ ജൂലി കൊടുക്കും, അത്രേ ഉള്ളൂ. നമുക്കുള്ള ചോറ് വിളമ്പുകയാണ്. നമുക്കിത് ഭക്ഷണം കഴിക്കാനുണ്ട്. ചൂട് ചോറാണ്. നമുക്കതിന് ഫസ്റ്റ് കഴിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയാലേ നല്ല വിശപ്പുണ്ട്. പിന്നെ ഇങ്ങനത്തെ സദ്യ ഒക്കെ ആകുമ്പോൾ ഉറപ്പാടും കഴിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അതറെ കാര്യം. കട്ടിലോ നോക്കി പെട്ടെന്ന് ഇരിക്കാനായിട്ട്. കസേര മിനിറ്റോ? എന്തെങ്കിലും കാണിക്കേ. എന്തോ നമുക്കവിടെ കഴിക്കാനുള്ള ഫുഡ് ശ്രുതി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭയങ്കര ഹാപ്പിയാണ് കേസ്. നമ്മളിന്ന് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ ശ്രുതി? ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ കുടലൊക്കെ കരിഞ്ഞ് ശബ്ദമൊക്കെ കേൾക്കണം. അതങ്ങനെയാണ്. വാ കയറിയ ദൈവത്തിന് അന്നം തരാൻ അറിയാതെ ശ്രുതി. അത് നടക്കാനുള്ള വഴി അറിയാം. നമ്മൾ വിചാരിച്ചാൽ മതി ദൈവം തരും. ശ്രുതി കഴിക്കട്ടെ.
അപ്പോൾ കഴിച്ച് നമ്മൾ രാത്രിത്തെ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ശ്രുതി കഴിച്ചോണ്ട് ശ്രുതി കഴിച്ചോണെങ്കിൽ സാമ്പാർ വെച്ചാ സാമ്പാർ വെച്ചില്ല. ഉള്ള അടിപൊളി. അപ്പോൾ ശ്രുതി കഴിച്ചു തുടങ്ങി ഗൈസ്, ഞാനും കഴിച്ചോണ്ട് വിടുന്നത്. എന്നിട്ട് നമുക്ക് എത്ര മണി 8 മണിക്ക് മുമ്പ് കഴിച്ചിറങ്ങിയിട്ടോളം നമുക്ക് ഇത് ചെയ്യാൻ എന്ത് യൂട്യൂബിൽ ലൈവ് ഇടാനായിട്ട് പെട്ടെന്ന് കഴിച്ച് പോകണം, എണീക്കണം, പിന്നെ ശരിയാവില്ല, ലേറ്റാവും. ശ്രുതി തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശ്രുതി? കഴിച്ചിട്ട് പറയും സദ്യ എങ്ങനെയുണ്ടെന്ന് പറ. പെട്ടെന്നായിക്കോട്ടെ. സാമ്പാർ ചൂടാക്കി അവര് നമ്മളടുത്ത് കറിയൊന്നും ചൂടാക്കി എടുക്കുന്നത്. സാമ്പാർ ഇട്ട് എന്തായാലും വലിയ ഉപകാരമായി. നമുക്ക് പച്ചക്കറി ഇല്ലാതിരിക്കുന്ന സമയം കൂടിയായിരുന്നു. നാളത്തേക്ക് എന്ത് കറി വെക്കും ദോശയ്ക്ക് എന്ന് വിചാരിച്ചിരിക്കുന്നത്. നാളെ ഇപ്പൊ ചമ്മന്തി അരച്ചാൽ ശരിക്കും കല്യാണ സദ്യ കഴിക്കില്ല. പിന്നെ ഞാൻ കഴിച്ചോളാം. ഫൈനലി ആർജ കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ആർജ? ചൂടോടെ കിട്ടിയില്ലേ? ഇത്ര താമസിച്ചിട്ട് നല്ല ചൂടോടെ തന്നെ കിട്ടി. എല്ലാം ഇങ്ങനെ കുഴച്ചടിച്ച് തിന്നോണ്ടിരിക്കുകയാണ് ആർജ. പൊളിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കൂടെ നമുക്ക് പഴമുണ്ട്, പായസം നമ്മൾ അവിടുന്ന് കുടിച്ച്, രസമുണ്ട്, എല്ലാം കൂട്ടി ഒരു അടിപൊളി സദ്യ. എന്തായാലും കഴിക്കാം. ശ്രുതി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കറികളൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചടി ചൂടാക്കിയില്ല, ചൂടാക്കാൻ വേണ്ടി പോണുള്ളൂ. അവിയൽ ചൂടാക്കി, കിച്ചടി ചൂടാക്കണം. എന്നിട്ട് സാമ്പാർ അടച്ചു വെച്ച് ചൂടാക്കിയാ അപ്പോൾ കുഴപ്പമില്ല. പിന്നെ സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സാമ്പാർ പറ്റിച്ചെടുക്കണം. ഇപ്പൊ ശ്രുതി എന്താ കൂട്ടുകറി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിയൽ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ചൂടാക്കിയിട്ട്. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള ഫുഡ് ഇപ്പോഴും സെറ്റാക്കി എടുത്ത് വെക്കുകയാണ് എല്ലാം കൂടി. ഇല്ല ശ്രുതി, നാളത്തേക്ക് എന്തായാലും കേടാവില്ല, ഫുഡ് ഉണ്ടാവും. സദ്യ കഴിച്ചാൽ പഴം കഴിക്കണം. അതുകൊണ്ട് പഴം ഇപ്പൊ കഴിക്കുന്നു. സദ്യ കഴിച്ചാൽ പഴം കഴിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ശ്രുതി. അതുകൊണ്ട് ശ്രുതി പഴം കഴിച്ചു കഴിഞ്ഞാൽ ഞാനും പഴം കഴിക്കട്ടെ. മണ്ടത്തിലൊന്നും കാണിക്കൂലൂ. ഫൈബർ എടുത്ത് ചൂട് പാത്രം മുകളിൽ വെക്കാം. അടുപ്പ് ഓഫ് ചെയ്തോ. സാമ്പാർ തിളച്ചെന്ന പോലെ കുഴപ്പമില്ല, മതി, എടുത്ത് ഓഫ് ചെയ്തു. അതാ ശരി. പിന്നെ ബേക്കറി സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ അത് ഒതുക്കി വെക്കാൻ വേണ്ടി പോകണം പാത്രത്തിലേക്ക്. വെയിലെടുക്കട്ടെ. അപ്പോൾ കേസ് നമ്മൾ ഇപ്പം ലൈവ് തീർത്തോളൂ. ശ്രുതിയെ പോയി ബുക്കിന് കളറടിക്കാൻ നിൽക്കുകയാണ്. നമ്മളുടെ കളർ ബുക്കിൽ കളറടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനിപ്പോൾ കിടക്കാനുള്ള പ്ലാനൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവും കഴിഞ്ഞു. പിന്നെ അടുത്ത വീട് കസരൊക്കെ എടുത്ത് പുറത്തിട്ടെ. ഇതൊക്കെ എൻ്റെ പണിയാണ്. ഇത് കൊതുക്കടി. ശ്രുതി വേറെ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ പുറത്തെടുത്തിട്ടെ കേസ്. ശ്രുതി എന്തെങ്കിലും കഴിഞ്ഞാ? അപ്പൊ കസരൊക്കെ എടുത്ത് പുറത്തിട്ട് ശ്രുതി എൻ്റെ ഗുളികയൊക്കെ എടുത്താ? അപ്പോൾ നമ്മളിനിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ മതി. ശ്രുതി ഇങ്ങനെ കളറടിക്കണം. ശ്രുതിക്ക് ഇച്ചിരി ചെറുപ്പത്തിൽ അവൾക്ക് പറ്റാത്ത പോയ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ സാധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രുതി കളർ ബുക്ക് വാങ്ങിച്ച് കളർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ലതല്ലേ, അവളുടെ സന്തോഷമല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചു. വലിയ ചെലവില്ലാത്ത കാര്യം 100 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നത് അല്ല. ബുക്കിന് 100 രൂപ, 30 രൂപ, മറ്റേ കളറിന് 10 രൂപ. അപ്പം അങ്ങനെ 10, 40, 50 രൂപയ്ക്കുള്ളിൽ ഒതുക്കിയ ഒരു സന്തോഷമായ ചിലവല്ലേ. ശ്രുതിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടാനായിക്കോട്ടെ വെച്ച് വാങ്ങിച്ചു കൊടുത്താണ്. എന്തായാലും ശ്രുതി അടിച്ച് കളറൊക്കെ അടിക്കട്ടെ. എന്തായാലും എനിക്ക് മെഡിസിൻ ഒക്കെ എടുത്താൽ പെട്ടെന്ന് എന്നിട്ട് നമുക്ക് കിടക്കാം. ശ്രുതി എന്തായാലും എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. ശ്രുതിൻ്റെ ഫേസ് കംപ്ലീറ്റ് ആക്കട്ടെ. ശ്രുതി ചീറ്റുണ്ട. ശ്രുതി ചീറ്റ് നടക്കുന്നുണ്ട്. ശ്രുതിയുടെ ചീറ്റൊക്കെ ശ്രുതി മിസ് കളർ അടിച്ചിട്ടേക്ക് കൊടുത്തിട്ടുണ്ട് കുറേയൊക്കെ. ബാക്കിയുള്ള നാളെ അടിക്ക് എടുത്തു. സമയമില്ല. നാളെ രാവിലെ നേരത്തെ പണിയിട്ട് സമയം 9:45. എണീറ്റ് സമയമില്ല. നാളെ രാവിലെ നമുക്ക് നേരത്തെ പണിയിട്ട് ഫോൺ ചാർജ് ചെയ്യണം. പിന്നെ
വ്ളോഗ് എടുക്കണം, ഡേ മൈ ലൈഫ് എടുക്കണം നാളെ. ഇന്നത്തെ ഈവനിങ് വ്ളോഗും അതിൻ്റെ ഒപ്പം തീർന്നു. വിശേഷം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഗുളിക കഴിക്കുക, പല്ലൊക്കെ തേച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങും. നാളെ പരിപാടി, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. സമയങ്ങളല്ലേ ഇനിയിപ്പം പല്ലൊക്കെ തേച്ച് സമയം എടുക്കും. പെട്ടെന്ന് വാ. പല്ലൊക്കെ പ്രശ്നമുണ്ട്, പേസ്റ്റില്ല. പേസ്റ്റില്ലാത്തതാണ് ചിരിച്ച് ക്ലോസ് പരസ്യം. ഗുളിക കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് രാത്രിത്തെ പല്ലേപ്പ് മുടങ്ങി കേസ്. പേസ്റ്റില്ല, പേസ്റ്റ് കയറി. അപ്പോൾ രാത്രിയും പല്ലേപ്പില്ല. നാളെ രാവിലെ ഇനി എന്തെങ്കിലും പല്ലിയാക്കാനായിട്ട് നാളെ രാവിലെ ഇനി വല്ല മരത്തിൻ്റെ കമ്പൊക്കെ കുത്തിച്ച് പല്ലിയാക്കേണ്ടി വരും. ആണ് അവസ്ഥ. പേസ്റ്റ് വാങ്ങിക്കാൻ വിട്ടുപോയി കേസ്. കടയിൽ ഇപ്പോൾ പേസ്റ്റ് വാങ്ങിച്ചില്ല, തീർന്നു പോയ കാര്യം മറന്നുപോയി. അതൊരു കാര്യം ഏറ്റവും വലിയ പ്രശ്നമായിപ്പോയി. എൻ്റെ ശ്രുതി ഇന്ന് മറന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പേസ്റ്റ് വാങ്ങിക്കാറുന്നത്. ഇതാണ് ഏറ്റവും ഗുളിക. അവിടെ ഇത്രയും ഗുളിക എനിക്ക് ദിവസം രാത്രി ഉണ്ട്, എല്ലാ ദിവസവും രാത്രി ഉണ്ട്. കഴിക്കട്ടെ. ഞാൻ ഗുളിക കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് പള്ളിമണി അടിച്ചു. ആദ്യം മരിച്ചോ? ഇപ്പോൾ മണി അടിച്ചു. ആദ്യം മരിച്ചു അറിയില്ല. രാത്രി മണി അടിക്കുന്നതാണോ? അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. വേറെ അധികം വിശേഷങ്ങളൊന്നുമില്ല. പല്ല് കഴിഞ്ഞ് പല്ലൊക്കെ പേസ്റ്റ് പോകുമ്പോൾ അതിൻ്റെ പല്ലിയൊക്കെ ആയിരുന്നു. പല്ലൊക്കെ തേച്ച് കിടക്കാൻ വിചാരിച്ചു. നാളെ രാവിലെ എണീച്ച് പല്ലൊക്കെ എന്താ ചെയ്യുക ഒരു പിടിയാത്ത അവസ്ഥയാണ്. എല്ലാ ദിവസവും രാത്രി പല്ലക്കണം, രാവിലെ പല്ലക്കണം. എന്നാൽ പല്ലിൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. അന്നേരം നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്ന ഗുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടക്കാതെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ താമസത്തെ അടുത്ത വിശേഷം ബൈ ഫ്രം RJ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ്സ് അഭിപ്രായം രേഖപ്പെടുത്തുക. താഴെ 2 ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. മസ്റ്റാർഡ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അവിടെ ലൈവിൽ ഞായറാഴ്ചകൾ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്യുക. ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടൂല. അപ്പോൾ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല. അപ്പോൾ ബൈ.